നമുക്കൊരു വീഡിയോ കണ്ടോക്കാം. ഓക്കെ, ഇതെങ്ങനെ നീ പഠിച്ചു? എനിക്കൊരു അതിശയമായിട്ട് റിച്ചൂട്ടനും നമ്മുടെ ദ്വിതിക്കുട്ടിയാണ് എത്തുന്നത്. റിച്ചൂട്ടൻ വരുമ്പോ എനിക്കാണ് ഭയങ്കര സന്തോഷം. കാരണം എന്റെ കുഞ്ഞു ബേബിയാണ് റിച്ചുകുട്ടൻ. റിച്ചുകുട്ടൻ പണ്ട് ഇവർ ഇത്രയും ചെറുതാണല്ലോ ആര്യ ചേച്ചി. അപ്പൊ കുറച്ച് വലുതാകുമ്പോ ആൺകുട്ടികളൊക്കെ ഇവർക്ക് കുറച്ച് നാണം വരുമല്ലോ നമ്മളെടുത്ത് അങ്ങനെ വിടാം. റിച്ചുകുട്ടൻ അതേ ഇല്ല. അവൻ ഇപ്പൊ കണ്ടാലും ഒരു 100 ഉമ്മയും തന്നെ എന്റെ പുറകെ നടക്കും. അങ്ങനെ വരുന്ന ആളാണ്. അപ്പൊ എനിക്കാണ് സ്പെഷ്യൽ സന്തോഷം. അവൻ വീണ്ടും ടോപ്പ് സിംഗറിലേക്ക് തിരിച്ചു വരുന്നു, ഇത്രയും വലിയ ബേബി ആയിട്ട് എന്നുള്ളത്. നമുക്ക് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിച്ചുകുട്ടൻ ആൻഡ് ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ, ഈ പുരുഷൻ ഒരു ഇവന് മസിലൊക്കെ വന്നു കേട്ടോ. അവന് മസിലാണ് മീശ വന്നു. ജിമ്മില് പോകുന്നുണ്ടെന്നോ അല്ലേ? മീശ വരച്ചാണോ? എനിക്ക് നല്ല സംശയം ഉണ്ട് കേട്ടോ. ഒറിജിനലാ? അയ്യോ ഒറിജിനൽ. പറിച്ചു കളയരുത്. ആ നീഹാരാണെങ്കിൽ പറിച്ചു നോക്കായിരുന്നല്ലേ. ഇവൻ എന്റെ കൊച്ചു മെലഡി രാജയാണ്. KMR എന്നാണ് ഇവന്റെ പേര്. ഇട്ട പേരാത്. പിന്നെ വേറൊരു പേരുണ്ടല്ലോ, മൂഷികൻ. മൂഷികൻ പറയാൻ പറ്റില്ല, കൊറേ ഉണ്ട്. ആണോ? എണ്ണിയാ തീരൂല. പിന്നെ ഭാവഗായകൻ. ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ചൊട്ട മുതൽ ചുടല വരെ എന്ന് പറഞ്ഞപ്പോ അവന്റെ അച്ഛന് ഓർമ്മ കാണും. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്പൈഡർമാനായിട്ട് താഴോട്ട് അദ്ദേഹം ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു, റിച്ചുടാ അച്ഛനിപ്പോ വന്നിറങ്ങിയില്ലേ, അതുപോലെ അങ്കിളും വന്നിറങ്ങി. അപ്പൊ അങ്ങനെ ഇവന് വേണ്ടിയിട്ടാണ് ഞാൻ അതിന്റെ മേളിൽ കയറിയത്. ഞാൻ ഓർക്കുന്നുണ്ട്, മറ്റേ തൂങ്ങി ഇറങ്ങി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ ഇപ്പൊ വന്നപ്പോഴത്തേക്കും വൈറലായിട്ട് അതിന് കുറെ ആൾക്കാർ ഇങ്ങനെ വേറെ ഒരു ജോലി ഇങ്ങനെ വല്ല ആവശ്യമുണ്ടോ, വയസ്സായെന്നുള്ള വിചാരം പൂർവ്വചരിത്രം കാണുന്നില്ല. ഇവന്റെ അടുത്തുള്ള സ്നേഹത്തിലാണ് അത് ചെയ്തത്. അവന് വേണ്ടിയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ എന്റെ മടിയിൽ വന്ന് എത്രയോ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. അവന്റെ ഓരോ പാട്ടും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടാലന്റ്സ് ആണ് റിച്ചുട്ടൻ എന്ന് പറയുന്നത്. അവൻ നമ്മളെ പ്രൗഡാക്കിയിട്ടുണ്ട്. സോണി ടിവിയില് സൂപ്പർ സ്റ്റാർ സിംഗർ 2 അല്ലെ, അതില് വന്ന് കാലക്ക് കപ്പയിട്ടത് ഒരു രക്ഷയില്ല. അങ്ങനെ ഇവന് ഫാൻസ് എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഫാൻസ് ആണ് ഇപ്പൊ. അപ്പൊ ഒരു ഇന്റർനാഷണൽ സ്റ്റാർ ആണ് എന്റെ അടുത്ത് നിൽക്കണേ. അയ്യോ, അവൻ എന്തൊക്കെ ആവാൻ പോകുന്നു നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല. അത്രയ്ക്ക് അധികം ടാലന്റ് ഉള്ള ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ KMR, യു ആർ ബാക്ക് ആൻഡ് ഐ ആം സോ ഹാപ്പി. വിച്ചുടാ, ഇപ്പൊ ദേവസംഗീതം ഒന്ന് പാടിത്തരാമോ? ഉറപ്പായിട്ടും. പഴയ ശബ്ദത്തിലാണേ, ശബ്ദം അതിൽ തന്നെ വേണം, കോംപ്രമൈസ് ഇല്ല. അത് കൊണ്ടുവരാൻ എങ്ങനെയാ കൊണ്ടുവരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറ്റിയിരുന്നെങ്കിൽ കൊണ്ടുവന്നേരെ. ദേവസംഗീതം നീയല്ലേ ദേവി വരൂ വരൂ, തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ. ദേവസംഗീതം നീയല്ലേ നുകരാൻ ഞാനാരോ. ആരുമില്ലാത്ത ജന്മങ്ങൾ തീരുമോദാഹമീ മണ്ണിൽ, നിന്നോർമ്മയിൽ ഞാനേകനാ, നിന്നോർമ്മയിൽ ഞാനേകനാ. തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ. ദേവസംഗീതം നീയല്ലേ നുകരാൻ ഞാനാരോ. വെരി നൈസ്.